ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പോയമാണ് അല്ലെ. അപ്പോ ഐ ഓൾറെഡി ടോൾ ദാറ്റ് വി ഹാവ് 9 poems ഇൻ ദി ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പൊ നമുക്ക് 9 വിൽ ഡിസ്കസ് അനദർ പോയിന്റ്. നമ്മൾ വേറൊരു പോയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഐ ഷെയർ മൈ സ്ക്രീൻ ഫസ്റ്റ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്താണ്? കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐ ഹാവ് എ ബ്രൂം. ഐ ഹാവ് എ ബ്രൂം. സോ വാട്ട് ഈസ് മെന്റ് ബൈ ദിസ് ബ്രൂം? ബ്രൂമിന്റെ മീനിങ് അറിയില്ലേ? അറിയോ? എനിബഡി? ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബ്രൂം എന്ന് പറഞ്ഞാല് ചൂല്. നമ്മള് ലൈക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ വീട്ടിലൊക്കെയുള്ള ചൂല്, അതിനെയാണ് ബ്രൂം എന്ന് പറയുന്നത്. അപ്പൊ ഐ ഹാവ് എ ബ്രൂം. എനിക്ക് എന്റെ കയ്യിൽ ഒരു ചൂലുണ്ട് എന്നാണ് ആ ഒരു ടൈറ്റിലിന്റെ ഹെഡിങ്. ഓക്കെ. ആൻഡ് ദിസ് പോയം ഇസ് റിട്ടൺ ബൈ സായ് യോങ് മിങ്. സായ്, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അതാണോ എന്നുള്ളത് അറിയില്ല, ബിക്കോസ് അതൊരു ചൈനീസ് പോയറ്റ് ആണ്. ലൈക്ക് സായ് യോങ് മിങ്. ഓക്കെ. അപ്പോൾ ഐ ഹാവ് എ ബ്രൂം എഴുതിയിട്ടുള്ളത് സായ് യോങ് മിങ് ആണ്. നമുക്ക് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഓതർ ഫസ്റ്റ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി പോയിറ്റ്. Zhai Yongming is a contemporary Chinese poet who is known for her avant-garde and experimental approach to poetry. Okay, അപ്പോൾ Zhai Yongming എന്ന് പറയുന്നത് ഒരു കണ്ടംപററി ചൈനീസ് പോയറ്റ് ആണ്. അതായത് സ്റ്റിൽ ലിവിങ് ആയിട്ടുള്ള, ഇപ്പോഴും ജീവിക്കുന്ന ഒരു പോയറ്റ് ആണ്, ചൈനീസ് പോയറ്റ് ആണ് Zhai Yongming. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹെർ അവോന്റ് ഗാർഡ്. അവോന്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ സെമ്മിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് അവോന്റ് ഗാർഡ്. അവോന്റ് ഗാർഡ് എന്ന് പറഞ്ഞാല് മേക്കിംഗ് ഇറ്റ് ന്യൂ എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് എല്ലാവരും എഴുതുന്ന ഒരു ട്രഡീഷണൽ രീതി ഉണ്ടല്ലോ, എല്ലാവരും എഴുതുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റൈറ്റിംഗിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പുതിയ രീതിയിൽ ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ച് നടത്തിയിട്ടുള്ള ഒരാളാണ് സായ് യോങ് മിങ്. Her work often explores themes of identity, self-discovery, and the complexities of modern life. Okay, അപ്പോൾ ഇവരുടെ ഈ സായ് യാമിന്റെ വർക്ക്സിൽ, പോയംസിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് ആ ഒരു തീംസ് ഓഫ് ഐഡന്റിറ്റി, സെൽഫ് ഡിസ്കവറി ആൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ ലൈഫ്. അതായത് നമ്മുടെ നമ്മുടെ ഒരു സെൽഫ് ഐഡന്റിറ്റി, നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്, നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം, നമ്മൾക്കൊരു എന്താണ് നമ്മുടെ സെൽഫിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ഡിസ്കവറി, അതൊക്കെയാണ് കൂടുതലായിട്ടും സായ് യോങ്മിങ്ങിന്റെ വർക്ക്സിൽ വരുന്ന മെയിൻ ഇമ്പോർട്ടന്റ് തീംസ്. Zai's poetry is characterized by its innovative use of language and form, challenging traditional conventions. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവോന്റ് ഗാർഡ് റൈറ്റർ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഈ ട്രഡീഷണൽ മെത്തേഡ്സ്, അതായത് പണ്ട് മുതലേ ഉള്ള പോയിറ്റ്സ്, കവികൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് അല്ല സായ് യോങ്മിങ്ങിന്റേത്. കൈൻഡ് ഓഫ് ന്യൂ ആണ്, ഇന്നോവേറ്റീവ് മെത്തേഡ് ആണ് സായ് ഉപയോഗിക്കുന്നത്. Zai has published several collections of poetry, including Women in Red and Sea Summit. അപ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് വർക്ക്സ് ആണ് വുമൺ ഇൻ റെഡും സീ സമ്മിറ്റും. ഓക്കെ. And Professor Michael M. Day, an expert in Chinese history and literature, has produced this translation. അപ്പോൾ സായ് യോങ്മിങ് എന്ന് പറയുന്ന ചൈനീസ് പോയിറ്റ്, ഇതൊരു ചൈനീസ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പോയമാണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രൊഫസർ മൈക്കൽ എം ഡേ ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഓഥറിന്റെ ഇൻട്രൊഡക്ഷൻ, പോയത്തിന് ഒരു ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി പോയം. ഫസ്റ്റ് ഞാൻ ആ പോയം ഒന്ന് വായിക്കാം. ഐ ഹാവ് എ ബ്രൂ. I have a broom. That is to say, I have a colorful life, fresh air, and a path that is my own.
I will ignore neighbors' ridicule, the obstruction of relatives and friends. I have a broom. I have work. I sweep away today's and yesterday's garbage, clear away the filth in the streets and in people's minds. I put on new work clothes, looking in the mirror. Now I understand the mildness of my mother's eyes. I'll never again have to cast perplexed looks into a street, into a corner, at the colors of billboards. Neither in the pained wrinkles of my mother's brows must I dodge fears of my inability. With the blessings written out by my mother's eyes, I brandish a broom and move on, greeting the morning breeze behind me, a clean street. ഓക്കെ, സോ ജസ്റ്റ് ലൈൻ ബൈ ലൈൻ അനാലിസിസ് ഡീപ്പായിട്ട് പോകുന്നില്ല. നമ്മുടെ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ലൈനിന്റെ മീനിങ് എന്താന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. Okay, but I have a broom. That is to say, I have a colorful life, fresh air, and a path that is my own. അപ്പൊ ഇവിടെ ഐ ഹാവ് എ ബ്രൂം, എന്റെ കയ്യിൽ ഒരു ചൂലുണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ലിറ്ററലി എന്റെ കയ്യിൽ ഒരു ചൂലുണ്ട് എന്നുള്ള ഒരു മീനിങ് അല്ല. ആ ഒരു ചൂല്, ബ്രൂം എന്ന് പറയുന്ന ആ ഒരു തിങ്ങിന്, ആ ഒരു വസ്തുവിന് ഒരു വളരെ പവർഫുൾ ഇമേജ് ആണ് ഈ ഒരു പോയത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രൂം ഉള്ളത് കൊണ്ട്, ബ്രൂം എന്ന് കാണിക്കുന്നത്, ആ ഒരു ചൂല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീ ഹാസ് ദ പവർ ടു മേക്ക് ഹെർ ഓൺ ഡിസിഷൻസ്. അതായത് എനിക്ക് എന്റെ ലൈഫിൽ ഡിസിഷൻസ് ഉണ്ടാക്കാനുള്ള പവർ എനിക്ക് സ്വയം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കറേജ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെയാണ് ആ ഒരു ബ്രൂം എന്ന് പറയുന്ന ആ ഒരൊറ്റ വേർഡിലൂടെ ഈ ഒരു പോയത്തിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലിറ്ററൽ മീനിങ് ആയിട്ടുള്ള ആ ഒരു ചൂല്, ചൂല് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ചൂല് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു പവർ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ്, കറേജ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഒരു ബ്രൂം ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഐ ഹാവ് എ കളർഫുൾ ലൈഫ്. എന്റെ ജീവിതം വളരെ കളർഫുൾ ആണ്. അതുപോലെ തന്നെ എനിക്ക് ഫ്രഷ് എയർ ഉണ്ട്. പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഞാൻ ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അതെല്ലാം ഡിസൈഡ് ചെയ്യാനുള്ള, തീരുമാനിക്കാനുള്ള കറേജ് എനിക്കുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. I will ignore neighbors' ridicule, the obstruction of relatives and friends. I have a broom. I have work. I sweep away today's and yesterday's garbage. Clear away the filth in the streets and in people's minds. അപ്പൊ ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലൈൻസ്. അതിനകത്ത് പറയുന്നത് എന്റെ നെയ്ബേഴ്സിന്റെ റിഡിക്യൂൾ, അതായത് എന്റെ ചുറ്റുമുള്ളവരുടെ ആ ഒരു പുച്ഛവും പരിഹാസവും എല്ലാം ഞാൻ ഇഗ്നോർ ചെയ്യും. ബിക്കോസ് അതൊന്നും എനിക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് എന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ എന്താണ് പരിഹസിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം. അപ്പൊ ഇവരെയൊന്നും എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെയൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും. ബിക്കോസ് എന്തുകൊണ്ടാണത്? ബിക്കോസ് ഐ ഹാവ് എ ബ്രൂം, ഐ ഹാവ് വർക്ക്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ജോലിയുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഏതൊരു ലൈക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റ് പോയം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് എന്താണ്, ബ്രൂം എന്ന് പറയുമ്പോൾ, ചൂൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് വിമൺ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് ഹൗസ്. ഹൗസ് എന്ന് പറയുന്നതും ചൂൽ എന്ന് പറയുന്നതും അടുക്കള എല്ലാം എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് വിമൺ അല്ലെ. അപ്പോൾ ആ എപ്പോഴും ആ ചൂൽ എന്ന് പറയുന്ന ഒരു വിമന്റെ സപ്രഷൻ കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മളെല്ലാം ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. എപ്പോഴും സ്ത്രീകൾ എന്താണ് ചൂല് കൊണ്ട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കുകളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ജോലി എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ. പക്ഷേ നമ്മുടെ പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ ബ്രൂം എന്ന് പറയുന്ന ആ ഒരു ചൂലിന് വേറൊരു ഇമേജറി, വേറൊരു കൈൻഡ് ഓഫ് ഇമേജറി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ട്രോങ്, അല്ലെങ്കിൽ ഒരു കറേജിയസ്, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് തരുന്ന ഒരു ഇമേജറി ആയിട്ട് ബ്രൂമിനെ മാറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ പറയുന്നുണ്ട്, ഈ പോയിന്റ് പറയുന്നുണ്ട് ഐ ഹാവ് വർക്ക്, എനിക്ക് ജോലിയുണ്ട്. അപ്പൊ അത് വേറൊരു പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഒരു ഇപ്പൊ നമ്മുടെ കറന്റ് സൊസൈറ്റിയിലാണെങ്കിലും ഇപ്പൊ ജോലിയുള്ള സ്ത്രീകൾക്ക് ദേ ഹാവ് മോർ വാല്യൂ ദാൻ അതർ വുമൺ. അതായത് ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള വിമണിനെക്കാളും കൂടുതൽ വാല്യൂ ചിലപ്പോൾ ഈ ജോലിയുള്ള സ്ത്രീകൾക്കായിരിക്കും നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നത്. എല്ലാ ആൾക്കാരല്ല, ബട്ട് ഇൻ എ ജനറൽ സെൻസ് സൊസൈറ്റി കൂടുതലും വാല്യൂ കൊടുക്കുന്നത് ജോലിയുള്ളവർക്കായിരിക്കും. അപ്പൊ നമ്മുടെ ഈ പോയറ്റ് പറയുന്നുണ്ട് ഐ ഹാവ് വർക്ക്, എനിക്ക് ജോലിയുണ്ട്. അപ്പൊ അതെനിക്കൊരു കൈൻഡ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് തരുന്നുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്.
അപ്പൊ ആ ഒരു ജോലി, ആ ഒരു കോൺഫിഡൻസിലൂടെ എന്താണ് പോയിട്ട് ചെയ്യുന്നത്? ഐ സ്വീപ് അവേ ടുഡേസ് ആൻഡ് യെസ്റ്റർഡേസ് ഗാർബേജ്, ക്ലിയർ അവേ ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ്. അപ്പൊ ഞാൻ ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ്, വേസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഞാൻ ഈ ചൂല് ഉപയോഗിച്ചിട്ട് യെസ്റ്റർഡേസ് ആൻഡ് ടുഡേസ് ഗാർബേജ്, ഇന്നത്തതും ഇന്നലത്തേതുമായ വേസ്റ്റുകളെല്ലാം ഞാൻ തുടച്ചു മാറ്റും. എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള വേസ്റ്റ് എന്നല്ല അവിടെ മീൻ ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു നമ്മുടെ ഓതറിന് അല്ലെങ്കിൽ പോയറ്റിന് അല്ലെങ്കിൽ ഈ പോയറ്റിന്റെ സ്പീക്കറിന് ഉണ്ടായിട്ടുള്ള കുറെ മോശം അനുഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കുറെ എന്താണ് ഇൻസിഡൻസ്, സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പൊ അവർ അനുഭവിക്കേണ്ടിരുന്ന അതെല്ലാം, അങ്ങനത്തെ കുറെ ബാഡ് ആയിട്ടുള്ള കുറെ പാസ്റ്റ് സിറ്റുവേഷൻസിനെല്ലാം ഞാൻ തുടച്ചു നീക്കും. മാത്രമല്ല, ക്ലിയർ അവേ ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ്. ഫിൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ ദിസ് ഫിൽത്ത്? ഫിൽത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ്, കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചൂല് ഉപയോഗിച്ച് ഞാൻ ആ സ്ട്രീറ്റുകളിലുള്ള അല്ലെങ്കിൽ തെരുവിലുള്ള മാലിന്യവും നീക്കാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇൻ പീപ്പിൾസ് മൈൻഡ്സ്, ഈ മനുഷ്യരുടെ മനസ്സിന്റെ അകത്തെ മാലിന്യവും എനിക്ക് നീക്കാൻ സാധിക്കും എന്നാണ് പോയിറ്റ് പറയുന്നത്. I put on new work clothes. Looking in the mirror now, I understand the mildness of my mother's eyes. I will never again have to cast perplexed looks into the street, into a corner at the colors of billboards. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാം, എനിക്കൊരു പുതിയ ജോലിയുണ്ട്. അപ്പൊ ഞാൻ ആ പുതിയ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞാൻ എന്താണ്, ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കുകയാണ്. എനിക്ക് ഒരു കോൺഫിഡൻസ് പോയിട്ടിന് കിട്ടാണ്. ആ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പോടു കൂടി കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു എന്താണ്, ആ ഒരു കോൺഫിഡൻസ് ആർക്ക് തോന്നുന്നുണ്ട്? പോയിറ്റിന് തോന്നുന്നുണ്ട്. പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് ദ മൈൽഡ്നെസ് ഓഫ് മൈ മദേഴ്സ് ഐസ്. ഇവിടെ പറയുന്നത് പോയിറ്റിന്റെ അല്ലെങ്കിൽ സ്പീക്കറിന്റെ മദർ എന്ന് പറയുന്നത് വളരെ സൗമ്യമായിട്ടുള്ള, മൈൽഡ്നെസ് എന്ന് പറഞ്ഞാല് സൗമ്യത എന്നുള്ളതാണ് മീനിങ്. അപ്പൊ മദേഴ്സിന്റെ അല്ലെങ്കിൽ ആ മദറിന്റെ, അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സൗമ്യത ആർക്ക് ഫീൽ ചെയ്യുന്നു? ഓദറിന് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു പുതിയ ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പോട് കൂടി പോകുമ്പോൾ ഐ വിൽ നെവർ അഗെയിൻ ഹാവ് ടു കാസ്റ്റ് പെർപ്ലക്സ്ഡ് ലുക്സ്. പെർപ്ലക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നുള്ള ഒരു മീനിങ്, ഡൗട്ട്ഫുൾ എന്നുള്ള ഒരു മീനിങ് ആണ്. ഇൻ ടു ദ സ്ട്രീറ്റ്, ഇൻ ടു എ കോർണർ അറ്റ് ദി കളേഴ്സ് ഓഫ് ബിൽബോർഡ്സ്. അപ്പൊ ഇത്രയും നാളും ആ ഒരു ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോ എന്താണ്, ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആർക്ക് മടിയായിരുന്നു? സ്പീക്കറിന് ഒരു മടിയായിരുന്നു, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു ജോലി കിട്ടിയതിന് ശേഷം അതിനു വേണ്ടി തയ്യാറെടുത്ത് പോകുമ്പോൾ എനിക്കിപ്പോ ആ ഒരു കൺഫ്യൂസ്ഡ് ലുക്സോട് കൂടി എന്താണ്, തെരുവിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്താണ്, ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? പോയിറ്റിന് കിട്ടിയിട്ടുണ്ട്. Neither in the pained wrinkles of my mother's brows must I dodge fears of my inability. With the blessings written out by my mother's eyes, I brandish a broom and move on, greeting the morning breeze behind me a clean street. അപ്പൊ അമ്മയുടെ ആ കണ്ണ്, അതായത് അമ്മ പെയിന്റ് റിങ്കിൾസ് ഓഫ് മൈ മദേഴ്സ് ബ്രോസ് എന്ന് പറഞ്ഞാൽ അമ്മ എന്താണ്, വളരെ പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ്. മുഖം മുഴുവൻ ചുളിവുകളുള്ള, റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ വളരെ കഷ്ടത അനുഭവിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ആ മദർ നമ്മുടെ സ്പീക്കറിനെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വളരെ കോൺഫിഡന്റോട് കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഐ ബ്രാൻഡിഷ് എ ബ്രൂം. ഐ ബ്രാൻഡിഷ് എ ബ്രൂം എന്ന് പറഞ്ഞാല് നമ്മള് ഈ പറയുന്ന വാളൊക്കെ എടുത്ത് നമ്മൾ വീശുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെപ്പൺസ് എടുത്ത് നമ്മൾ വീശുന്നത് പോലെ നമ്മുടെ പോയിട്ട് ആ ഒരു ബ്രൂം എടുത്ത്, ചൂലെടുത്ത് ഇങ്ങനെ വീശുകയാണ്. അതായത് ആ ഒരു ചൂൽ എന്ന് പറയുന്നത് ഒരു വെപ്പൺ ആയിട്ടാണ് നമ്മുടെ പോയിറ്റ് കാണുന്നത്. ഇറ്റ്സ് എ വെപ്പൺ ഓഫ് പവർ, അല്ലെങ്കിൽ വെപ്പൺ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിട്ടാണ് പോയിറ്റ് കാണുന്നത്. എന്നിട്ട് ആ ഒരു ചൂലെടുത്ത് വീശി, അല്ലെങ്കിൽ ആ ഒരു പവർ തന്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ സ്പീക്കർ പുറത്തേക്ക് ഇറങ്ങി നടക്കാണ്. അങ്ങനെ ഒരു മോർണിംഗ് ബ്രീസിനെയൊക്കെ, മോർണിംഗ് ബ്രീസ് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള നല്ല ആ ഒരു കാറ്റിനെയൊക്കെ തഴുകി ആര് പോകുന്നു? പോയിട്ട് മുന്നോട്ട് പോകുന്നു. ബിഹൈൻഡ് മീ എ ക്ലീൻ സ്ട്രീറ്റ്. അപ്പൊ പോയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു ക്ലീൻ സ്ട്രീറ്റ് ആണ്. അതായത് താൻ പോകുന്ന വഴി മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ആര് പോകുന്നത്? പോയിട്ട് പോകുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ശരിക്കും വഴി ക്ലീൻ ചെയ്തുകൊണ്ട് പോയിട്ട് പോകുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ ഒരു സൊസൈറ്റീനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി എന്താണ്, മനുഷ്യരുടെ ഉള്ളിലെ മാലിന്യവും എല്ലാം നീക്കിക്കൊണ്ടാണ് ആ ഒരു പോയറ്റ് മുന്നോട്ട് പോകുന്നത്. ഇത്രയാണ് ആ ഒരു പോയത്തിന്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. നമുക്കിനി അതിന്റെ അനാലിസിസ് ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അത്.
Okay, in the poem I Have a Broom, there is a metaphorical exploration of the speaker's life. The mention of a broom may symbolize the speaker's agency or control over their own life. A broom is an instrument of cleaning and order, suggesting a sense of autonomy and the ability to sweep away negativity or obstacles. The phrase I have a colorful life implies a rich and diverse existence. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്ന ഒരു പോയത്തിൽ എന്താണ് കാണിക്കുന്നത്? The speaker's agency or control over their own life. ആ നമ്മുടെ പോയിറ്റിന്റെ അല്ലെങ്കിൽ സ്പീക്കറിന്റെ കൺട്രോൾ അല്ലെങ്കിൽ സ്പീക്കർ സ്വയം എന്താണ് തന്റെ ലൈഫ് എങ്ങനെ പോകണം അല്ലെങ്കിൽ ഐ ഹാവ് എ പാത്ത് ഓഫ് മൈ ഓൺ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. അതായത് എന്റെ വഴി എങ്ങനെ പോകണം അല്ലെങ്കിൽ ഞാൻ വേറെ ആരും ഈ പറയുന്ന നെയ്ബേഴ്സോ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനൊന്നും അതിനകത്ത് ആർക്കും അതിൽ കൈ കടത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് ചിന്തിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഞാൻ തന്നെയാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ സജസ്റ്റിംഗ് എ സെൻസ് ഓഫ് ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണമി എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്താണ്? നമുക്കറിയാം, നമ്മളിപ്പോ ഓട്ടോണമസ് കോളേജസ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ? അതായത് ആ ഫോർ എക്സാമ്പിൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കോളേജിന് തന്നെ എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാവും, ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിറ്റിന് എന്താണ് തന്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സെൻസ് ഓഫ് ഓട്ടോണമി, ആ ഒരു ഫ്രീഡം ആർക്കാണ്? പോയിറ്റിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. It suggests that the speaker's life is vibrant, filled with various experiences, emotions, and perhaps a range of perspectives. The mention of fresh air may symbolize a sense of freedom, renewal, or purity. It could indicate the speaker's appreciation for a life unburdened by constraints, allowing for a breath of fresh perspective and opportunities. അപ്പൊ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സ്പീക്കറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈ ലൈഫ് ഇസ് എ കളർഫുൾ ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് എന്റെ ലൈഫിൽ മുഴുവനും എന്താണ് കുറെ എക്സ്പീരിയൻസസും ഇമോഷൻസും ഒക്കെ നിറഞ്ഞത്. അപ്പൊ സ്പീക്കറെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വേരിയസ് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസസ്. ധാരാളം എക്സ്പീരിയൻസസും ഇമോഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരാളുടെ ജീവിതം. അതുപോലെ തന്നെ സ്പീക്കറിന്റെ ലൈഫും അങ്ങനെ അത്തരത്തില് എന്താണ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ് സ്പീക്കറിന്റേത്. അപ്പോൾ ഈ ഒരു ബ്രൂം എന്ന് പറയുന്ന ഒരു ചൂൽ അല്ലെങ്കിൽ ചൂൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് പവർ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസും ആ ഒരു പവറും ആ ഒരു പോയിന്റിന് കിട്ടിയപ്പോൾ എന്താണ് ഒരു ഫ്രീഡം, ഒരു എന്താ കൈൻഡ് ഓഫ് ഫ്രീഡം ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? സ്പീക്കറിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചുറ്റുമുള്ള തന്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ നെയ്ബേഴ്സിനോ ഒക്കെ വരുന്ന ആ ഒരു ഒപ്രഷനും സപ്രഷനും ഒക്കെ കടന്ന് എന്താണ് ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം ആർക്ക് ഫീൽ ചെയ്യുന്നു? പോയിറ്റിന് ഫീൽ ചെയ്യുന്നു. The line "a path that is my own" emphasizes individuality and self-discovery. The idea of having a path that is one's own suggests a unique journey separate from societal expectations or external influences. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ ദിസ് ലൈൻ "a path that is my own"? ഈ ഒരു ലൈനിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്താണ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. അതായത് സൊസൈറ്റി ചിലപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൊസൈറ്റി വിചാരിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ ഇരിക്കണം, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു മദറായിട്ട് നല്ലൊരു വൈഫായിട്ട് ഇരിക്കണം എന്നതാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് ഓഫ് എ വുമൺ. ഓക്കെ, പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഇൻഡിവിജ്വൽ വഴിയിലൂടെ, സ്വയം കണ്ടുപിടിച്ച വഴിയിലൂടെ, അതാണ് ഞാൻ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ, ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ച വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടി സൊസൈറ്റി ചിന്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പോയിറ്റ് റെഡിയല്ല. Overall, these lines seem to convey a positive and assertive outlook on life, celebrating autonomy, diversity, and the personal journey. The use of simple everyday imagery like a broom adds a grounded and relatable quality to the path. അപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ the simple everyday imagery like a broom. അതായത് ബ്രൂം എന്ന് പറയുന്നത് നമ്മൾ എന്നും ഓൾമോസ്റ്റ് എല്ലാ ഹ്യൂമൻസും അവരുടെ ലൈഫിൽ കാണുന്ന ഒരു എന്നും കാണുന്ന ഒരു വസ്തുവായിരിക്കും ഈ പറയുന്ന ബ്രൂം, ചൂല് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വസ്തു കൂടിയാണ് ചൂല്. നമ്മൾ ജസ്റ്റ് യാതൊരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു കാര്യമായിരിക്കും ഈ പറയുന്ന ബ്രൂം. പക്ഷെ ആ ഒരു വസ്തുവിനെ എടുത്തുകൊണ്ട്, ബ്രൂം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ എടുത്തുകൊണ്ടാണ് നമ്മുടെ പോയിന്റ് ഇങ്ങനെ ഇത്തരത്തിലൊരു പോയിന്റ് എഴുതിയിട്ടുള്ളത്. അതായത് ചൂലിനെ വലിയൊരു സിമ്പൽ ഓഫ് പവർ ആയിട്ടാണ് പോയത്തില് കാണിക്കുന്നത്.
Okay. In the next part, the speaker mentions ignoring ridicule from neighbors and obstruction from relatives and friends. This suggests a determination to rise above external judgments and challenges. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ് നെയ്ബേഴ്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ എല്ലായിടത്തു നിന്നും വരുന്ന കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും എല്ലാം എന്താണ് അതിനെല്ലാം കടത്തി മാറ്റി അതിനൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവാണ് പോയിട്ട് ചെയ്യുന്നത്. അതിനെല്ലാം ഇഗ്നോർ ചെയ്യണമെന്നാണ് പോയിട്ട് പറയുന്നത്. Again, the broom becomes a powerful symbol representing the speaker's agency and ability to take control of their life. It is a tool for cleaning and clearing, a proactive approach to addressing difficulties. The speaker's daily work involves sweeping away both tangible garbage in the streets and metaphorical filth in people's minds, impurities. This routine becomes a metaphor for self-improvement and the commitment to create ക്ലീനർ ബെറ്റർ എൻവയോൺമെന്റ്. അപ്പൊ ഇതിന് പറയുന്നത് പറഞ്ഞു എന്താണ്, ബ്രൂം എന്ന് പറയുന്നത് ഒരു പവർഫുൾ സിമ്പിൾ ആണ് ഫോർ സെൽഫ് കോൺഫിഡൻസ് കാണിക്കുന്നതിന്റെ ഒരു പവർഫുൾ സിമ്പിൾ ആണ് ബ്രൂം. ആ ഒരു ബ്രൂം വെച്ചുകൊണ്ട് എന്താണ് പോയിട്ട് ചെയ്യുന്നത്, വെറുതെ നിൽക്കല്ല, മറിച്ച് ആ ഒരു ഗാർബേജ് ഇൻ ദ സ്ട്രീറ്റ്സ്, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ എന്തിനായിരിക്കും ചൂല് ഉപയോഗിക്കുന്നത്, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വഴിയിലോ ഉള്ള വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയില കളയുന്നതിനായിട്ടാണ് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു സ്ട്രീറ്റ്സിലുള്ള തെരുവിലുള്ള ആ ഒരു ഗാർബേജും പോയിട്ട് നീക്കം ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്തും നീക്കം ചെയ്യുന്നുണ്ട്, ഫിൽത്ത് ഇൻ പീപ്പിൾസ് മൈൻഡ്സ്, അതായത് മനുഷ്യരുടെ ഉള്ളിലുള്ള ആ ഒരു മാലിന്യം, ആ ഒരു ഇംപ്യൂരിറ്റീസും ആര് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പോയിട്ട് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. Okay. Putting on new work clothes and looking in the mirror symbolize a personal transformation. The reflection triggers an understanding of the mildness in the speaker's mother's eyes, possibly hinting at newfound wisdom or empathy. The lines about not casting perplexed looks into the street or at billboards and not fearing one's inability indicate a liberation from past anxieties and constraints. The speaker is moving forward with confidence. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പോയിറ്റ്സിന് ഒരു ന്യൂ വർക്ക് കിട്ടി, ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ആര് നിൽക്കുന്നത്, പോയിറ്റ് നിൽക്കുന്നത്. മാത്രമല്ല ആ ഒരു അമ്മയുടെ കണ്ണുകളിലുള്ള ആ ഒരു സൗമ്യതയും എന്താണ് തന്റെ അമ്മയുടെ ആ ഒരു എന്താണ് പെയിൻഫുൾ ആയിട്ടുള്ള ചുളിവുകൾ നിറഞ്ഞ ഒരു മുഖത്തേക്കെല്ലാം നോക്കിയിട്ട് എന്താണ് പോയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ഇത്രയും നാളും പോയിട്ടിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഒരു ന്യൂ വർക്ക് കിട്ടിയതിന് ശേഷം വളരെ കോൺഫിഡന്റ് ആയിട്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ സൊസൈറ്റിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് ആര് മുന്നോട്ട് പോവാണ്, നമ്മുടെ പോയിന്റ് മൂവ് ചെയ്യാണ്. സ്പീക്കർ ഇസ് മൂവിങ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. ലാസ്റ്റ് സ്ലൈഡ് ആണ്. The final lines depict a clean street left behind by the speaker, symbolizing the positive impact of their efforts. Greeting the morning breeze suggests a fresh start and a connection to nature. In short, this poem unfolds as a journey of personal growth, resilience against external pressure, and a celebration of the speaker's newfound strength and clarity. The broom becomes a transformative tool, enabling the speaker to sweep away obstacles and create a cleaner, more empowered life. അപ്പോൾ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു പോയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ക്ലീൻ സ്ട്രീറ്റ് ആണ്. അതായത് ആ ഒരു ലൈനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പോയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, താൻ പോകുന്ന വഴിയെല്ലാം ക്ലീൻ ചെയ്താണ് ആ ഒരു പോയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, രാവിലെ എഴുന്നേറ്റ് ആ ഒരു മോർണിംഗ് ബ്രീസിന്റെ രാവിലെയുള്ള ആ ഒരു നല്ലൊരു കാറ്റ്, ആ ഒരു രാവിലത്തെ ആ ഒരു നല്ലൊരു കാറ്റിനെയൊക്കെ തഴുകി ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടോട് കൂടി ആര് മുന്നോട്ട് പോവാണ്, പോയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ the broom becomes a transformative tool, enabling the speaker to sweep away obstacles and create a cleaner, more empowered life. അപ്പൊ ഒരു ബ്രൂം, ചൂൽ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് തന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കാം. സ്വീപ്പ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ അടിച്ചു മാറ്റുക, ചൂല് കൊണ്ട് അടിച്ചു മാറ്റുക എന്നാണ് സ്വീപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂല് കൊണ്ട് അടിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ തന്റെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസ്, പ്രശ്നങ്ങളും പ്രോബ്ലംസിനെ എല്ലാം എന്താണ് ഈ ഒരു ചൂല് കൊണ്ട് അടിച്ചു മാറ്റുന്നു. അപ്പൊ എന്താണ് ആ ഒരു ചൂല് എന്ന് പറയുന്നത്, ഒരു പവർ ഓഫ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഓഫ് പവർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വെപ്പൺ ഓഫ് പവർ ആയിട്ടാണ് പോയത്തിലൂടെ മുഴുവൻ ആ ഒരു ചൂലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു പോയത്തിൽ മീൻ ചെയ്യുന്നുള്ളൂ.
അപ്പൊ ഇത് നമുക്കൊരു കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റിക് പോയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിമൺ, വിമണിന്റെ എപ്പോഴും വിമണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും ഈ പറയുന്ന ബ്രൂം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എപ്പോഴും അതൊരു സപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിമണിനെ സപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ചൂലിനെ നമ്മൾ കാണാറുള്ളത്. കാരണം എപ്പോഴും ചൂല് അല്ലെങ്കിൽ ബ്രൂം അസോസിയേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് വിത്ത് വിമൺ. വിമണിന്റെ ഒപ്പമായിരിക്കും ചൂല് എന്ന് പറയുന്നത്. ഒരിക്കലും മെന്നുമായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരായിട്ട് നമ്മൾ ചൂലിനെ ഒരിക്കലും അസോസിയേറ്റ് ചെയ്യാറില്ല. കാരണം എന്താണ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് എപ്പോഴും സ്ത്രീകളായിരിക്കും ചൂലുകൾ ഉപയോഗിക്കുന്നതും വീടടിക്കുന്നതും എന്താണ് എല്ലാ ഡൊമസ്റ്റിക് വർക്ക്സ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ ചൂൽ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് സപ്രഷൻ കാണിക്കുന്ന ഒരു വസ്തുവായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു പോയത്തില് ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുമ്പോൾ ടൈറ്റിലിൽ തന്നെ എന്താണ് ആ ഒരു ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുമ്പോൾ ആ ഒരു വളരെ കോൺഫിഡന്റോട് കൂടിയിട്ടാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, ഐ ഹാവ് എ ബ്രൂം. അതായത് ആ ബ്രൂം എന്താണ് കാണിക്കുന്നത്, ആ ഒരു സിമ്പിൾ ഓഫ് പവർ ആയിട്ട്, അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ചൂല് കൊണ്ട് വെറുതെ മുറ്റമടിച്ച് എന്താണ്, അല്ലെങ്കിൽ മുറ്റോ അല്ലെങ്കിൽ എന്തും ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, മറിച്ച് അതിന് വളരെ വലിയൊരു പവർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്ങനത്തെ പവർ? ഈ പറയുന്ന സൊസൈറ്റിയിലുള്ള എല്ലാ നെയ്ബേഴ്സോ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഇവരുടെ എല്ലാം ഒപ്രഷനെയും ഒബ്സ്റ്റക്കിൾസിനെ ഒക്കെ എന്താണ് അടിച്ചു മാറ്റാൻ കഴിവുള്ള, തുടച്ചു മാറ്റാൻ കഴിവുള്ള ഒരു വസ്തുവായിട്ടാണ് ചൂലിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദിസ് പോയം. ഓക്കെ, അപ്പൊ ഇതാണ് ഐ ഹാവ് എ ബ്രൂം ബൈ സായ് യോങ്. അപ്പൊ ഇതിന്റെ സായ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോ നമുക്ക് എങ്ങനെയാണെന്ന് വായിക്കാം, സ്പെല്ലിംഗ് നോക്കിയാൽ മതി. ബിക്കോസ് ഷീസ് എ ചൈനീസ് പോയിറ്റ്. ഓക്കെ, സ്റ്റിൽ ലിവിങ് ആയിട്ടുള്ള ഒരു ചൈനീസ് പോയിറ്റ് ആണ് സായ് യോങ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോയറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്ന പോയറ്റിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സോഫാർ വി ഹാവ് ഡിസ്കസ്ഡ് 2 പോയംസ്. അപ്പൊ ഈ ഒരു പോയത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ ഐ ടാഗ് സംവൺ. ഓക്കെ, അപ്പൊ ഞാൻ ടാഗ് ചെയ്യുന്ന ആള് എന്റെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. അപ്പൊ ഇത്രയാണ് പോയം ഉള്ളൂ. ഞാൻ ഈ മെറ്റീരിയൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഡൗട്ടുണ്ട്. ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം.